നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടാസൽസ് കൊണ്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറിയാണ് ഇന്നത്തെ വീഡിയോ. അതിനായി ഞാനൊരു കുർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കഴുത്തിന് ഡെക്കറേഷൻസ് ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഈ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള കുർത്തിയിലാണ് ഇന്നത്തെ എംബ്രോയിഡറി ചെയ്യുന്നത്. ഞാനിത് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്, ഹൂപ്പ് ഇട്ടിട്ടും ഹൂപ്പ് ഇടാതെയും. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഹൂപ്പാണിത്. ഇത് വളരെ ചെറിയൊരു ഹൂപ്പാണ്. ഞാനിപ്പോൾ ഹൂപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ടാസൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇനി നോക്കാം. നമുക്ക് ഈ നൂല് കുറച്ചധികം എടുക്കാം. എന്നിട്ട് പല മടക്കുകളായിട്ട് ഇതിനെ മടക്കാം. നൂല് കോർത്തൊരു സൂചി എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ടിട്ടുണ്ട്. ഈ മടക്കിയെടുത്ത നൂല് വിരലിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് സൂചി ഇങ്ങനെ കോർത്തെടുക്കാം. ഈ കെട്ടുവരുന്ന നൂലിൻ്റെ ഈ ഭാഗം ക്രോസായി പിടിച്ച് സൂചി ഇതിലെ കോർത്ത് പുറത്തെടുക്കാം. ഇപ്പോൾ ഒരു കെട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിവിടെ കെട്ടിടാം. നീണ്ടു കിടക്കുന്ന നൂല് കത്രിക വെച്ച് വെട്ടിക്കളയാം. ഇത് നമുക്ക് ആവശ്യമുള്ളത്ര എണ്ണം ഇതുപോലെ കെട്ടി കെട്ടി വെക്കുകയാണെങ്കിൽ തയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇങ്ങനെയുള്ള ഓരോ ടാസൽസും വെച്ച് തയ്ച്ചെടുക്കാം. എംബ്രോയിഡറി ചെയ്ത് അധികം പരിചയമില്ലാത്ത സൂചിയും നൂലും ഉപയോഗിച്ച് ടാസൽസ് തുണിയിൽ ഉറപ്പിച്ചതിന് ശേഷം മെഷീൻ ഉപയോഗിച്ച് എംബ്രോയിഡറി ചെയ്യുന്നതാണ് നല്ലത്.
സ്റ്റിച്ചിങ്ങിനുള്ള സെറ്റിങ്സ് നോക്കാം. ആദ്യം പ്രസർ ഫുട്ട് ഇടാം. ഈ പ്രസർ ഫുട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ ഒരു വശം മാത്രമുള്ള പ്രസർ ഫുട്ട്. ഇനി ഫീഡ് ഡോഗ് മുകളിലേക്ക് ഉയർത്തണം. ഫീഡ് ഡോഗ് ഇപ്പോൾ ഉയർത്തി. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഞാൻ സിഗ്സാഗ് സ്റ്റിച്ച് അല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ മെഷീനിലുള്ള എച്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.